شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي المنان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أما توفيقي إلا بالله عليه توكلت وإليه أنيب فيه أهله صنعاء لقتله زاد أبو عبيدة عن القطان عنه في هذا أن صبيا قتل بصنعاء غيلة فقتل عمر سبعا إلى آخر الحديث شفيعنا رسول الله خاتم الأنبياء മുത്ത് റസൂലേ കണ്ട് കൊതിയേറി ബീവിക്കുള്ളാലെ കത്തിത്തിളങ്ങുന്ന വരുന്ന ചെങ്കോലെ കച്ചോടത്തിനയച്ചു ഖദീജക്ക് മെച്ചലാഭം ലഭിച്ചു ബീവിയെ കേട്ട് പറഞ്ഞെന്ന് മക്കത്തെ എമ്പാടും രാജാക്കൾ വാടി മനസ്സും മുഖവും നിരാശയാൽ പോയത്ര രാജാക്കൾ കള്ളി മനസ്സിലൊതുങ്ങ ഭവിച്ച് വെള്ളാട്ടി പെണ്ണിനെ മെല്ലെ വിളിച്ച് വള്ളലെ വിവരങ്ങളറിയിച്ച് സംഗതി കേട്ടുടനെ നബിയുള്ള സമ്മതമോടിടുന്നേ അവനിലേറ്റം ഫക്കീറാന്തനത്തിൽ നബി ത്വാഹമൂത്ത് അഹദായ റബ്ബിൻ വിധി പോൽ നബിയോരെ വെൾക്കുന്നു രാജാത്തി മനസ്സെന്ന പൂവാടിക്കുള്ളിൽ മുഹബ്ബത്ത് പുത്തോരു രാജാത്തി മഹദിയാൾ ബീവി ഖദീജ മനോഹരി മക്കത്തെ രാജാത്തി ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഈ ദിവസം നമ്മൾ ഒരുമിച്ച് കൂടി ഇതുപോലെ നാളെ അല്ലാഹു അവന്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിലും നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും എല്ലാം ഈ ദിവസത്തിന്റെയും മാസത്തിന്റെയും എല്ലാം ബറക്കത്ത് കൊണ്ട് നീ വിട്ടുപുറത്തും റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ പൊറുക്കണം റബ്ബേ. അല്ലാഹുവേ, ജീവിതത്തിൽ അധിക ദൂരമല്ലാത്ത ഭാവിയിൽ പരിശുദ്ധമായ മക്കയിൽ ചെന്ന് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. പോയി വന്നവരുടെ എല്ലാ ഹജ്ജും ഉംറകളും മഖബൂലും മർദിയുമായി നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, പാപികളും ദോഷികളുമായ ഞങ്ങൾ ഓരോരുത്തരുടെ പാപങ്ങൾ പൊറുക്കണം റബ്ബേ. പോരായ്മകൾ പരിഹരിക്കണം അല്ലാഹ്. ന്യൂനതകൾ മറച്ചു വെക്കണം അല്ലാഹ്. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണം റബ്ബേ. അല്ലാഹുവേ, അവസരത്തിൽ മരണപ്പെട്ടാലും കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. പ്രിയമുള്ളവരെ, ഇന്ന് നല്ലൊരു തോർച്ച ഒരു സൂര്യനെയൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. വെളിച്ചം വരുമ്പോ നമ്മുടെയൊക്കെ വീടുകളിലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഡ്രസ്സ് വിലക്കിയത് ഉണങ്ങാൻ, സ്കൂളിലൊക്കെ പോണ പിള്ളേരുള്ള വീട്ടിൽ ഏറ്റവും പാട്. യൂണിഫോം ഒക്കെ ഉണങ്ങിയില്ലെങ്കിൽ
വല്ലാത്ത പാടാണ്. അല്ലാഹു തആല നല്ല ഈ വർഷം നമുക്ക് നല്ല മഴ കിട്ടി, ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടെല്ലാം കാക്കുന്ന നല്ല ഉപകാരപ്രദമായ മഴ തന്നെ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വർത്തമാനകാല ഇന്ത്യ മുസ്ലിം ഉമ്മത്തിന് വളരെ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെങ്ങ് മുസ്ലിമീങ്ങൾക്ക് വളരെ സമാധാനവും ശാന്തതയുമാണെങ്കിൽ ഇന്ത്യ രാജ്യത്തെ തന്നെ ആസാം എന്ന് പറയുന്ന സംസ്ഥാനത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഏകദേശം ഒരു 10,000 കണക്കിന് വീടെങ്കിലും ബുൾഡോസർ രാജ് ഉപയോഗിച്ച് അവരുടെ വീട് തകർത്ത് കളയുന്ന രോഗികളായ പാവപ്പെട്ട മാതാപിതാക്കളെയും മക്കളെയുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന മുസ്ലിം ഉമ്മത്ത് ഇന്ത്യ രാജ്യത്തെ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു വാർത്തകളിലെല്ലാം നമ്മുടെ രാഷ്ട്രീയവും മറ്റു വാർത്തകളിലെല്ലാം ഒഴുങ്ങിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് ഫലസ്തീനിലെ ഗസയിൽ നടക്കുന്നതിനേക്കാൾ മോശമായ അവസ്ഥയാണ് ഇന്ത്യ രാജ്യത്ത് യുപി പോലെയുള്ള ആസാം പോലെയുള്ള ജാർഖണ്ഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ മുസ്ലിമീങ്ങൾ നേരിടുന്നത് വല്ലാത്ത പ്രതിസന്ധിയാണ്. അപ്പോഴും നമുക്ക് ആശ്വാസമാണ്, നമ്മുടെ നാട്ടിലല്ലല്ലോ, അത് വേറെ സംസ്ഥാനത്തിലല്ലേ, ഇന്ത്യ രാജ്യത്ത് തന്നെ വേറെ സംസ്ഥാനത്തല്ലേ, നമ്മുടെ ഒന്നും പോകുന്നില്ലല്ലോ, നമ്മുടെ മുതലല്ലല്ലോ, നമ്മുടെ മക്കളല്ലല്ലോ എന്ന് ആശ്വസിക്കുന്നവർ അറിയുക, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും പരസ്പരം സഹോദരന്മാരാണ്. ശഫീഉനാ റസൂലുള്ളാഹി. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുള്ളത് ഇന്തോനേഷ്യയിലാണ്. ഇന്ത്യ രാജ്യത്തെന്നല്ല, ലോകത്തുള്ള ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുള്ളത് ഇന്തോനേഷ്യയിലാണ്. രണ്ടാമത് ലോകത്ത് മുസ്ലിമീങ്ങളുള്ളത് അത് പാകിസ്ഥാനിലാണ്. പണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു പാകിസ്ഥാൻ. ലോകത്ത് മൂന്നാമത് ഇന്ത്യ മുസ്ലിമീങ്ങളുള്ള മൂന്നാമത്തെ രാജ്യം ഈ ലോകത്ത് തന്നെ അത് ഇന്ത്യ എന്ന മഹാരാജ്യമാണ്. ഇക്കഴിഞ്ഞ വർഷമാണ് ലോക ജനസംഖ്യയിൽ ഇന്ത്യ ചൈനയെ മറികടന്ന ഒരു വാർത്ത നമ്മൾ കണ്ടത്. ചൈനയെ 2050 ആവുമ്പോഴേക്കും ചൈന എന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യത്തെ മറികടക്കുന്ന രാജ്യമായി ഇന്ത്യ രാജ്യം മാറുമെന്നാണ് ഇവിടുത്തെ കണക്ക് അനുസരിച്ച്. അങ്ങനെ ഇരിക്കെ ഇന്ത്യ രാജ്യത്തിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യുന്ന വിധത്തിൽ 10,000 കണക്കിന് മുസ്ലിമീങ്ങളുടെ വീടുകൾ ബുൾഡോസർ രാജ് ഉപയോഗിച്ച് തകർത്ത് കളയുന്നു. അപ്പോ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളുടെ വീടുകൾ, നമ്മുടെ വീട് തകർക്കപ്പെട്ടാൽ എന്താണ് അവസ്ഥ? നമ്മുടെ വീട് ഇപ്പൊ നമുക്ക് ഇവിടെ പഞ്ചായത്തിൽ നിന്ന് നമ്പർ ഇട്ട് നമ്മുടെ വീട് തന്ന ആ വീട് ഇവിടുത്തെ ഭരണാധികാരികൾ വന്ന് ആ വീട് തകർക്കാൻ പിന്നെ നമ്മൾ അവിടെ അഡ്രസ് ഇല്ലാത്തതാണ്. നമ്മുടെ വീട് തകർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ന അഡ്രസ്സിൽ നമ്മുടെ പാസ്പോർട്ടോ ലൈസൻസോ നമ്മുടെ ആധാർ കാർഡോ ഐഡന്റിറ്റി കാർഡോ ഏത് കാർഡായാലും പിന്നെ എവിടെ കൂടെ കാണിച്ചാലും ഇങ്ങനെ ഒരാൾ നാട്ടിലില്ല, ഇവിടെ താമസമില്ല, അങ്ങനെ ഒരു വീടുമില്ല എന്ന അവസ്ഥയിലാണ്. ഇതുപോലെയാണ് മുസ്ലിമീങ്ങളെ വേട്ടയാടുന്നത്. ചില്ലറക്കാരാണ് ചെയ്യണേ. മുസ്ലിമീങ്ങളുടെ നിലനിൽപ്പ് ഇന്ത്യ രാജ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഇന്ത്യ രാജ്യത്തെ ഐക്യം തകർക്കാൻ, അവിടുത്തെ സഹോദര്യം തകർക്കാൻ, ബ്രിട്ടീഷുകാരോട് സന്ധിയില്ല സമരം ചെയ്തുകൊണ്ട് നമ്മുടെ പൂർവികരായ നേതാക്കന്മാര് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ എല്ലാ മതത്തിനും ഒരുപോലെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ മുസൽമാന്റെ അസ്തിത്വം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലോകം കണ്ട ഏറ്റവും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായ മഹാനായ ശൈഖ് അബൂബക്കർ ഉസ്താദ് അവരുടെ ഇസ്സത്ത് അല്ലാഹു തആല വാനോളം വളർത്തിയത് നമ്മൾ കണ്ടതാ. എല്ലാവരും പരിഹസിച്ച
ആക്ഷേപിച്ച് കുറ്റം പറഞ്ഞ് എങ്ങനെ ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ആ പണ്ഡിതന്റെ ഇസ്സത്ത് വാനോളം ഉയർന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി വരെ പറഞ്ഞു, നിമിഷപ്രിയത്തിന് രക്ഷയില്ല. എന്തുമാവട്ടെ, അവൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ പറയുന്നു, ഒരു പണ്ഡിതന്റെ ഇസ്സത്ത് ഖുർആൻ പറയുന്നു, അല്ലദീന ഊതുൽ ഇൽമ ദറജാതിഹി. ഇൽമ കൊടുത്ത പണ്ഡിതന്മാർ ലോകത്തുണ്ടെങ്കിൽ അവരുടെ പദവികളെ അല്ലാഹു തആല ഉയർത്തിക്കൊണ്ടേയിരിക്കും. അത് ഇസ്സത്താണ്, അത് അഭിമാനമാണ്, അത് അല്ലാഹുവിന്റെ ദീനിനോടുള്ള ബഹുമാനമാണ്. എത്രയോ പാവങ്ങളുടെ കണ്ണീരൊക്കുന്ന പണ്ഡിതനാണ്, എത്രയോ അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന എന്താണ് അത്താണിയാണ്. ആ പണ്ഡിതനെന്താ ബന്ധപ്പെട്ടപ്പോൾ യമൻ എന്ന് പറയുന്ന രാജ്യം പണ്ട് മുതലേ ഇസ്ലാമിക റിപ്പബ്ലിക്കാണ്. ഹബീബ് ഉമർ ഹാഫിള് എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ള പണ്ഡിതന്മാരിൽ ഒരാളാണ് ഹബീബ് യൂസുഫ് ഉമർ. ഹബീബ് ഉമർ ഹാഫിള് എന്ന് പറയുന്ന അദ്ദേഹം ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ള സൂഫി പണ്ഡിതന്മാരുടെ നിരയിലുള്ള ഒന്നാമത്തെ ആള് തന്നെയാണ്. 1970 കാലഘട്ടങ്ങളിൽ യമനിലുണ്ടായ ഒരു ആഭ്യന്തര കലാപത്തിൽ അദ്ദേഹം കൊച്ചുകുട്ടിയായി വന്നപ്പോൾ തന്റെ ഉപ്പയോടൊപ്പം പള്ളിയിലിരിക്കുമ്പോൾ അന്നത്തെ പട്ടാളക്കാർ വന്ന് മഹാനായ ഹബീബ് ഉമർ ഹാഫിളിന്റെ ഉപ്പയെ പിടിച്ചു കൊണ്ടുപോയി. ഉപ്പയെ നോക്കി പള്ളിയിൽ നിന്ന് ഹബീബ് ഉമർ ഹാഫിള് അന്ന് വൈകുന്നേരം വരെ ഇരുന്നു. ഉപ്പാനെ കണ്ടില്ല. പിന്നെ ആ ഉപ്പാനെ ജീവിതത്തിൽ ഹബീബ് ഉമർ ഹാഫിള് കണ്ടിട്ടില്ല. ഹബീബ് ഉമർ ഹാഫിള് പിന്നെ ഉപ്പയോടൊപ്പം പള്ളിയിൽ ഇരുന്നപ്പോൾ ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരുന്ന സമയത്ത് പട്ടാളക്കാർ ഉപ്പാനെ പിടിച്ചുകൊണ്ടുപോയത് കലങ്ങി കരഞ്ഞ കണ്ണുകളുമായി നോക്കി നിന്ന ഹബീബ് ഉമർ ഹാഫിള് പിന്നെ ആ ഉപ്പാടെ മയ്യത്താണ്, മരണവാർത്തയാണ് അറിയുന്നത്. ഉപ്പാടെ ജഡം പോലും കബറടക്കാൻ അന്നത്തെ ഭീകരരായ പട്ടാളക്കാര് കൊടുക്കില്ല. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ആ ഉപ്പയെ കൊല്ലാൻ കൂട്ടുനിന്ന പട്ടാളക്കാരിൽ ഒരാൾ വന്ന ഹബീബ് ഉമറിനോട് പറഞ്ഞു, അല്ലയോ ഉമറേ, അങ്ങയുടെ ഉപ്പയെ കൊല്ലാൻ ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്, എനിക്ക് മാപ്പ് തരുമോ എന്ന് പറഞ്ഞപ്പോൾ നിസ്സംശയം ഒരു പ്രതികാരവും ചെയ്യാതെ ആ വന്ന പട്ടാളക്കാരന് മാപ്പ് കൊടുത്തവനാണ് യമനിലെ സൂഫി പണ്ഡിതന്മാരിൽ ഒന്നാമനായി നിൽക്കുന്ന ഹബീബ് ഉമർ ഹാഫിള്. സ്വന്തം ഉപ്പാനെ കൊന്ന ആള് പട്ടാളക്കാരൻ കാലങ്ങൾക്ക് ശേഷം വന്ന് മാപ്പ് പറഞ്ഞപ്പോൾ ആ മനുഷ്യന് നിരുപാധികം മാപ്പ് കൊടുത്ത യമനിലെ സൂഫി പണ്ഡിതനാണ് എന്താണ് മമ്പുറന്തങ്ങൾ ജനിച്ചത് തന്നെ യമനിലെ തരീമിലാണ്. മഹാനായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തുരത്തിയോടിക്കാൻ ഇന്ത്യയുടെ മുൻനിരയിൽ നിന്നും ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാ സമരം ചെയ്ത മഹാനായ മമ്പുറന്തങ്ങളുടെ ജനിച്ച നാട് അത് യമനിലാണ്. അങ്ങനെ മഹാനായ ശൈഖ് അബൂബക്കർ ബന്ധപ്പെട്ടത് മഹാനായ ഈ ഹബീബ് ഉമർ ഹാഫിള് എന്ന സ്വന്തം ഉപ്പയെ കൊന്ന പട്ടാളക്കാരന് മാപ്പ് കൊടുത്ത ഈ ഹബീബ് ഉമറിനോടാണ് ചോദിച്ചത്. എന്താ ചോദിച്ചത്? ഇന്ത്യ രാജ്യത്തിന്റെ സർവോന്നത നീതിപീഠം സുപ്രീം കോടതി വരെ കൈയൊഴിഞ്ഞ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരിയെ രക്ഷപ്പെടുത്തുന്ന കാര്യം അവിടെ ചർച്ചയിൽ വന്നപ്പോൾ ഇന്ന് ആ പെണ്ണ് ജീവിച്ചിരിക്കാൻ, ആ ശിക്ഷ മരവിപ്പിക്കാനെങ്കിലും കാരണമായത് മഹാനായ ഉസ്താദ് അവറുകളാണെങ്കിൽ, സഹോദരങ്ങളെ, യമനിലെ ചരിത്രമുണ്ടല്ലോ, ഇസ്ലാമിക ചരിത്രങ്ങളാണ് പഠിക്കാനുണ്ട്. ഉമർ തങ്ങളുടെ അടുക്കൽ, മഹാനായ ഉമർ തങ്ങളുടെ അടുക്കൽ 3 പേര് വന്നുകൊണ്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളുടെ ഉപ്പാനെ കൊന്ന ആളയമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഉമർ തങ്ങൾ പറഞ്ഞു, കൊലയാണ് അല്ലെങ്കിൽ മാപ്പാണ്, എന്താണ് സ്വീകരിക്കേണ്ടത്? അവര് 3 പേരും പറഞ്ഞു, കൊല്ലുക തന്നെ വേണം.
ഉമർ തങ്ങൾ അവനോട് ചോദിച്ചു, നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് 3 ദിവസം അവധി തരണം, എനിക്ക് എന്റെ വീട് വരെ ഒന്ന് പോകേണ്ടതുണ്ട്. അങ്ങനെ 3 ദിവസം അവധി തരാം, പക്ഷേ പകരം ഒരാള് ജാമ്യത്തിൽ ഇവിടെ വേണം. ആരാണെന്ന് വളരെ വിഷമിച്ച് വളരെ ദയനീയമായ കണ്ണുകളോടെ സദസ്സിലേക്ക് നോക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രായം ചെന്ന സഹാബിമാരിൽ അബൂദർ കൈപൊക്കി കാണിച്ചു. 3 ദിവസം കൊല്ലാൻ പോണ ആൾക്ക് 3 ദിവസം അവധി കൊടുത്തപ്പോൾ അതിന് ജാമ്യം നിൽക്കാൻ വേണ്ടി സദസ്സിലേക്ക് ദയനീയമായിട്ട് ഉമർ തങ്ങളും 3 പേരും കൊലയാളിയെ നോക്കുമ്പോൾ സദസ്സിലിരുന്നൊരു സഹാബി കൈപൊക്കിയാരാണ്? അബൂദറാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരിൽ പ്രായം ചെന്ന സഹാബിയാണ് കൈപൊക്കി, ഉമറേ, ഞാൻ അദ്ദേഹത്തിന് ജാമ്യം നിൽക്കാം, അയാൾ 3 ദിവസത്തെ അവധി ചോദിച്ചെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കൂ. ഉമർ തങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു വീട്ടിൽ വിട്ടു. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം എന്താണ്? ജാമ്യം നിൽക്കുന്ന ജാമ്യക്കാരൻ വന്നില്ല എങ്കിൽ പകരം നിൽക്കുന്ന ആളെ കൊല്ലുമെന്നാണ്. സഹാബികളെല്ലാം വെപ്രാളപ്പെട്ടു. കൂടെയുണ്ടായിരുന്നവർക്കെല്ലാം വേവലാതിയായി. പേശി നിൽക്കുന്നത് ഉമറിന്റെ മുന്നിലാണ്. അങ്ങനെ കഴുകുമരത്തിലേക്ക് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു നീങ്ങുമ്പോൾ അങ്ങകലെ ഒരു വിളി കേൾക്കുന്നു, കൊല്ലരുതേ, അബൂദറിനെ കൊല്ലരുതേ, ഞാനിതാ എത്തിയിരിക്കുന്നു, എന്നെ കൊന്നുകൊള്ളുക എന്ന് പറയുമ്പോൾ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ആ വന്ന മനുഷ്യനോട് ചോദിക്കുന്നു, നിനക്ക് വരായിരുന്നില്ലേ? വരാതിരുന്നുകൂടായിരുന്നില്ലേ? ഞാൻ ഏറ്റുകൊള്ളുമായിരുന്നല്ലോ, എന്തിനാണ് നീ അവസാന നിമിഷം ഓടി വന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങേക്ക് തന്ന ഒരു വാക്കുണ്ടല്ലോ, ആ വാക്കാണ് എന്റെ ജീവൻ പോകുന്നതിനേക്കാളും എനിക്ക് വലുത്. ഞാൻ താമസിച്ചത് എന്റെ മകനെ ചികിത്സിക്കാൻ വേണ്ടി 2 ദിവസം അവന് ചികിത്സയിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വരാൻ താമസിച്ചത്. അതുകൊണ്ട് എന്നെ തൂക്കി കൊല്ലണമെന്നാണ്, എന്നെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സഹാബി വരുമ്പോൾ ആ സ്നേഹത്തിന് മുന്നിൽ, ആ വാക്കിന് മുന്നിൽ, ആ ഇസ്ലാമിക വിശ്വാസത്തിന്റെ മുന്നിൽ കൊല ചെയ്യപ്പെട്ട ആ മനുഷ്യന്റെ 3 മക്കൾ വന്ന് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ കൊല ചെയ്യപ്പെട്ട ഞങ്ങളുടെ ഉപ്പാനെ കൊന്ന മനുഷ്യന് ഞങ്ങൾ പൊരുത്തപ്പെട്ട് പുറത്തു കൊടുത്തിരിക്കുന്നു, അയാൾ മാപ്പ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള യമൻ, ഇതാണ് യമനിലെ ചരിത്രം, ഇതാണ് യമന്റെ ചരിത്രം. അതുകൊണ്ട് തെറ്റ് ചെയ്തവർ കുറ്റം അനുഭവിക്കണം, പക്ഷേ പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടായിരിക്കെ മാപ്പ് കൊടുക്കുന്നവനാണ് ഏറ്റവും ശക്തൻ. പ്രതികാരം ചെയ്യാൻ നമുക്ക് കഴിവുണ്ടായിരിക്കെ മാപ്പ് കൊടുക്കുന്നവനാണ്. എന്ത് ചെയ്താലും നമ്മളെ നബിതങ്ങളോട് അല്ലാഹു തആല പറഞ്ഞത്, നീ ജനങ്ങളോട് ദേഷ്യപ്പെടരുതെന്നാണ്. നിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ നിലനിൽക്കാൻ ഏറ്റവും നല്ലത് ലാ തഗ്ളബ്, നീ ഒരിക്കലും ദേഷ്യപ്പെടരുത് ഒരാളോട്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അങ്ങെന്താണ് കോഴി അവയുടെ കുഞ്ഞുങ്ങൾക്ക് ചിറക് വിരിച്ചു കൊടുക്കും പോലെ, ചിറകുകൾ അടർത്തിക്കുന്നതാണ് വിടർത്തി കൊടുക്കുന്നത് പോലെ ജനങ്ങളോട് കരുണ കാണിക്കണേ. ഉഹദ് യുദ്ധത്തിൽ, ബദറിന്റെ എന്താണ് ഉഹദിന്റെ രണാങ്കളത്തിൽ വഹ്ശി എന്ന അബൂജഹലിന്റെ ഭാര്യയായ അബൂദാണ് വഹ്ശി എന്നാണ് ഹിന്ദ്, മഹാനായ അൻസാർ റളിയല്ലാഹു അൻഹുവിന്റെ തലയോട്ടി തലമുറിച്ചെടുത്തെന്നു മാത്രമല്ല, ആ തലയോട്ടി വെട്ടിപ്പൊളിച്ച് അതിനകത്ത് കള്ളൊഴിച്ച് അങ്ങനെ ആനന്ദം ചവിട്ടിയപ്പോൾ നബിതങ്ങൾ ഹംസപ്പുലിയാണ് ചീച്ചപ്പുലി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ അല്ലാഹുവിന്റെ റസൂലിന്റെ സിംഹാസനം പോലും മരണസമയത്ത് വിറച്ച മഹാനായ അൻസാർ റളിയല്ലാഹു അൻഹുവിനെ പതിയാണ് പതിയിരുന്ന് വഹ്ശിയുടെ ചാട്ടളിയുടെ മുന അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് തെറിച്ചു കയറിയപ്പോൾ നബിതങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. നബിതങ്ങൾ പറഞ്ഞു,
ശത്രുക്കളുടെ 70 പേരെ ഞാൻ ഇതേ രീതിയിൽ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് നബി തങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ഒരു അവസ്ഥ വന്നപ്പോ എന്നിട്ട് പറഞ്ഞു, നബിയെ അങ്ങ് പ്രതികാരം ചെയ്യേണ്ടതില്ല, അവർക്കുള്ള പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ്. അതുകൊണ്ട് അങ്ങ് അവരെ ഹംസയെ കൊന്നതിന്റെ പകരമായി അവരോട് പൊറുക്കൂ നബിയേ. ഉപദ്രവിച്ചാലും ആക്രമിച്ചാലും പരിഹസിച്ചാലും കളിയാക്കിയാലും മിണ്ടാതെ മൗനം പാലിക്കുന്ന മുഅ്മിനെ നീ വിജയിച്ചു. ഖാല റസൂലുള്ളാഹി. ഹിജ്റക്ക് പോയപ്പോൾ നബി തങ്ങളുടെ മകളായ സഫിയ പോകുന്ന വഴിയിൽ നബി തങ്ങളുടെ മകൾ പോകുന്ന വഴിയിൽ ശത്രുക്കൾ പതിയിരുന്ന് കുതിരപ്പുറത്ത് നിന്ന് നബി തങ്ങളുടെ മകളെ തള്ളിയിട്ടു എന്ന് മാത്രമല്ല, തള്ളിയിട്ടപ്പോൾ ഗർഭമത പുറത്തേക്ക് വന്നു. പാറപ്പുറത്താണ് വീണപ്പോൾ ആ വയറ് കൊണ്ടുപോയി പൂർണ്ണ ഗർഭിണിയായിരുന്ന നബി തങ്ങളുടെ മകൾ പാറപ്പുറത്തേക്ക് പാറപ്പുറത്ത് വീണപ്പോൾ ആ വയറ്റിൽ നിന്നും ഗർഭം പുറത്തേക്ക് വന്നു. അവർക്കും അല്ലാഹുവിന്റെ റസൂൽ മാപ്പ് കൊടുത്തു. നബി തങ്ങൾ കഅബയുടെ പരിസരത്ത് നിസ്കരിക്കുമ്പോ അവിടെ തലയിൽ കൊണ്ടുപോയി ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുളന്മാലയിട്ടു. അവർ നബി തങ്ങൾ മാപ്പ് കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യ രാജ്യത്ത് വർത്തമാന കാലത്ത് നടക്കുന്ന ഓരോരോ സംഭവവികാസങ്ങൾ ഓരോരോ സംഘടനകളുടെയും പാർട്ടിയുടെയും വിജയത്തിന് വേണ്ടിയാണ് ഓരോരുത്തരും നടത്തുന്നതെങ്കിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മാപ്പ് കൊടുക്കുക എന്നതാണ്. പ്രവർത്തിക്കാനും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹല്ലിൽ താമസിക്കുന്ന ഒരു ആഫിയത്തിനും ആരോഗ്യത്തിനും വേണ്ടി ഈമാൻ കിട്ടി മരണപ്പെടുന്നതിനും വേണ്ടി ഒരു സെന്റ് സ്ഥലത്തിന്റെ പൈസ 1,05,000 രൂപ പള്ളി കമ്മിറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 100 രൂപ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 250 രൂപ, വിദേശത്ത് ജോലി ചെയ്യുന്ന മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 5000 രൂപ, സ്ഥലം വാങ്ങുന്നതിലേക്ക് അതുപോലെ സ്ഥലം വാങ്ങുന്നതിലേക്കുള്ള സംഭാവന 2000 രൂപ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾക്കും സഹോദരനും വേണ്ടി എല്ലാ മുറാദുകളും ഹാസിലാവാൻ വേണ്ടി 250 രൂപ. അതുപോലെ ഒരു അമുസ്ലിം സഹോദരൻ നമ്മുടെ ജമാഅത്തിലേക്ക് ഒരു കത്ത് തന്നിട്ടുണ്ട്. പഴമ്പള്ളി. എന്റെ പേര് PV ജേക്കബ് എന്നാണ്. പഴമ്പള്ളി. ഞാൻ 26-ാം വാർഡിൽ സ്ഥിര താമസക്കാരനാണ്. 42 വയസ്സ്. എനിക്ക് 2 വർഷമായി ക്യാൻസർ ചികിത്സയിലാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്യിച്ചുകൊണ്ടാണ് കറകടത്തിലുള്ള 2 വഴി തന്നെ താമസിക്കുന്ന ഒരു സഹോദരനാണ്. മുസ്ലിമാണ്. നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ വെസ്റ്റ് പുന്നമറ്റം ജമാഅത്തിന്റെ ലെറ്റർ പേഡുമായി ഒരു സുഹറാത്തുങ്കൽ എന്ന ഒരു സഹോദരി സഹായം ചോദിച്ചു വന്നിട്ടുണ്ട്. നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അർഹമുർറഹീമീനായ രാജസീതായ മലിക്കുൽ ജബ്ബാറായ റഹ്മാനേ, അല്ലാഹുവേ, മഹല്ലിൽ താമസിക്കുന്ന ഉമ്മയാണ്. ഒരു സെന്റ് സ്ഥലത്തിന്റെ പൈസ ഇന്ന് പരിപാലന കമ്മിറ്റിയെ ഏൽപ്പിച്ചു. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സമയത്ത് നിന്റെ ബറക്കത്ത് കൊണ്ട് നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എന്ത് മുറാദ് നിർത്തിയാണോ സദഖ ചെയ്തത് നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. ഏതവസരത്തിൽ മരണപ്പെട്ടാലും ഈമാൻ സലാമത്താക്കി മരിപ്പിക്കണേ റബ്ബേ. കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്ഥലം വാങ്ങുന്നതിലേക്ക് സഹായിച്ച ഉമ്മാക്ക് നീ സ്വീകരിക്കണേ അല്ലാഹ്.
അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹുവേ പഠിച്ചവനെ അവരുടെ മക്കളെ അനുഗ്രഹിക്കണേ കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ അവരുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് പൊറുക്കണേ അല്ലാഹുവേ അതിലേക്ക് ആരെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാവരെയും നീ സ്വീകരിക്കണം അല്ലാഹുവേ ദുആ ചെയ്യാൻ ഒരു സഹോദരൻ പറഞ്ഞു എന്ത് മുറാദാണെങ്കിലും ഹാസിലാക്കണേ റബ്ബേ എന്ത് രോഗമാണെങ്കിലും ശിഫയാക്കണേ കച്ചവടത്തിൽ ബറക്കത്ത് ചൊരിയണ റഹ്മാനേ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടങ്ങൾ നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹുവേ ദുനിയാവിൽ അവർ ചെയ്ത പാപങ്ങൾ പൊറുക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ വിവിധങ്ങളായ പള്ളിയുടെ ഖബർസ്ഥാനുകളിലാണ് എല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാഹുവേ അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗ്ഗമാക്കണേ വിദേശത്ത് ജോലി ചെയ്യുന്ന മകന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ 5000 രൂപ സ്വീകരിക്കണേ റബ്ബേ കബൂലാക്കണേ റബ്ബേ ജോലി എളുപ്പമാക്കണേ കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ മക്കളെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളെ നീ കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണേ ഞങ്ങളുടെ പേരക്കിടാങ്ങളെ ദീനിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ തലം വാങ്ങുന്നതിലേക്ക് സംഭാവന ചെയ്തു സ്വീകരിക്കണേ റബ്ബേ എന്തെന്ത മുറാദാണെങ്കിലും അല്ലാഹുവേ അവരുടെ വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചൊരിയണ റബ്ബേ മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാ ഖബറിടങ്ങൾ നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹുവേ അവരെയും ഞങ്ങളെയും നിന്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിൽ നീ ഒരുമിപ്പിക്കണേ റബ്ബേ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും സഹോദരനും നീ പൊറുക്കണേ അല്ലാഹുവേ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ ഉസ്താദുമാർക്ക് ഭക്ഷണം തരുന്നവരുണ്ട് സ്വീകരിക്കണേ റബ്ബേ ജീവിതങ്ങൾ തന്ന സഹായിക്കുന്നവരുണ്ട് സ്വീകരിക്കണേ പള്ളി പരിപാലകരെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ അവർ വീട് കയറുന്നു ഈ പള്ളിക്ക് വേണ്ടിയാണ് സ്വീകരിക്കണേ റബ്ബേ അതിന്റെ എല്ലാം വണ്ണമായ പ്രതിഫലം അവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ കൊടുക്കണം ഈ പള്ളിക്ക് വേണ്ടി ആരെല്ലാം പ്രയത്നിച്ചിട്ടുണ്ടോ ആരെല്ലാം പരിശ്രമിച്ചിട്ടുണ്ടോ ഇതിന്റെ മുൻകാല പരിപാലകർ ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരും നീ പൊറുക്കണേ ഒരു കാലത്തെ നാടിന്റെ നായകന്മാരായിരുന്നു അവരുടെ എല്ലാം അവരുടെ സ്വർഗ്ഗമാക്കണേ